UK OK എന്നുള്ള മലയാള സിനിമ കാണാൻ വേണ്ടി വനിത സ്ക്രീൻ 2-ൽ വന്നിരിക്കുകയാണ്. UK OK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സിനിമയുടെ പേര് മാറ്റി OK എന്ന് പറഞ്ഞായിരുന്നു നല്ലതെന്നാണ്. എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുന്നേ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ സിനിമയിലുള്ള നടൻ്റെ ഡാൻസ്, രഞ്ജിത്ത് സജീവിൻ്റെ ഡാൻസ് കിടുവാണ്. അടിപൊളിയായിട്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമേ എനിക്ക് പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ആൾ ഫിസിക്കലി നല്ല ഫിറ്റൊക്കെയാണ്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. നല്ലതിനെ ഞാൻ നല്ലതെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ജ്യോതി എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ച ഒരു പെൺകുട്ടിയുടെ ലാസ്റ്റ് ഒരു കിടിലം പെർഫോമൻസ് ഉണ്ട്. വേറെ ലെവലായിട്ട് ആ കുട്ടി ആ ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട്. ഇത് രണ്ടും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ ഇവർ ഒരു നല്ലൊരു മെസ്സേജ് ലാസ്റ്റ് നൽകാൻ ശ്രമിച്ചു എന്നേ എനിക്ക് തോന്നിയുള്ളൂ. ശ്രമിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശ്രമം നടത്തി, പക്ഷെ അത് പൂർണ്ണമായി വിജയിച്ചോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. അതിനൊരു ഇമ്പാക്റ്റ് അത്രത്തോളം അങ്ങനെ ഫീൽ ചെയ്തില്ല. ഈ സിനിമയുടെ ഏറ്റവും സങ്കടകരമായി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്തുകൊണ്ട് ഞാൻ ഈ സിനിമയുടെ പേര് UK എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാസ്റ്റ് ഒന്ന് നോക്കണേ. റോണി ഡേവിഡ് രാജ്, മഞ്ജു പിള്ളൈ, ഇന്ദ്രൻ സേട്ടൻ, ജോണി ആൻ്റണി, KU മനോജ്, ഏത് നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലേക്കുള്ള അൽഫോൺസ് പുത്രൻ, സംഗീത, ആനന്ദ് ശ്രീബാലയിലൊക്കെ ഈ അടുത്ത് കമ്പാക്ക് നടത്തിയില്ലേ, സംഗീത, നമ്മുടെ മനോജ് KJ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഈ സിനിമ കൊടുത്തല്ലോ എന്നുള്ള ഒരു അവസ്ഥ പോലെ എനിക്ക് തോന്നിയത്. കാരണം ഇവരെല്ലാവരും ശ്രമിച്ചിട്ട് ഈ സിനിമ എനിക്ക് എൻജോയബിളായിട്ട് ഫീൽ ചെയ്തേയില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയത് തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഇതിലെ നടനാണ്. ഈ നടൻ്റെ പേരൻസാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാഗ്രഹമായിരിക്കും സ്വന്തം മകനെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ എത്രാമത്തെ വെഞ്ചറാണെന്ന് എനിക്കറിയില്ല. മകൻ പല തവണയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകൻ്റെ എല്ലാ സിനിമകളും ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. മൈക്ക്, എനിക്ക് അനശ്വരയുടെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. മകൻ്റെ പെർഫോമൻസ് ഓക്കെ ഫീലായിരുന്നു. പിന്നെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ എന്നുള്ള ഇതിലാണ് ഞാനത് എടുത്തുള്ളൂ. അതിനകത്ത് കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് സിനിമകളുണ്ട്, അതൊന്നും ബോധിച്ചില്ല. ഗോളം എന്നുള്ള സിനിമ ഉണ്ട്. എനിക്ക് ആകെ ആ സിനിമയിൽ ഇഷ്ടപ്പെടാഞ്ഞ ഒരേ ഒരു കാര്യം രഞ്ജിത്ത് സജീവിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. സിനിമ അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെടാനൊരു കാര്യം, സണ്ണിവേന് കൊടുത്ത ഒരുമാതിരി ഒരു വിഗ് ഉണ്ട്. അപ്പോൾ സണ്ണിവേൻ്റെ ക്യാരക്ടറിന് കൊടുത്ത ആ ഒരു വിഗും ഗോളത്തിലെ ഈ ഒരു നടൻ്റെ പെർഫോമൻസ് ഒഴികെ എനിക്ക് ഗോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ രണ്ടാമത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. ഞാൻ 2 തവണ ഗോളം കണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ സിനിമയിൽ കുറച്ചുകൂടി ബാങ്കബിളായിട്ടുള്ള, കുറച്ചും കൂടി പോലീസ് റോള് കിഡിലായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു നടനെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50 കോടിയെങ്കിലും അടിക്കേണ്ട പടമാണ്. അത്ര കിഡിലും പടമായിരുന്നു. നല്ല പ്ലോട്ടായിരുന്നു, കിഡു ഡയറക്ഷനായിരുന്നു, എല്ലാം കൊണ്ടും കിടുവായിരുന്നു, എക്സെപ്റ്റ് ഫോർ ദ ലീഡ് ആക്ടർ. ലീഡ് ആക്ടറിൻ്റെ പെർഫോമൻസ് തീരെ മോശമൊന്നും ഞാൻ പറയില്ല. കാരണം അതിനകത്ത് അങ്ങനത്തെ ഒരു വലിയ വികാരമൊന്നും കാണിക്കാത്ത ടൈപ്പ് ഒരു പോലീസ് ഓഫീസറിനെയാണ് രഞ്ജിത്ത് സജീവ് പോർട്രേ ചെയ്തത്. അത് അങ്ങനത്തെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നുകൊണ്ട് അതുപോലെ ഉള്ള ടൈപ്പ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് രഞ്ജിത്തിന് ഒരു പരിധി വിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം രഞ്ജിത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയുടെ ഗുണം കൊണ്ടും റൈറ്റിങ്ങിൻ്റെ ഗുണം കൊണ്ടും ഡയറക്ഷനും എല്ലാം കൊണ്ടും ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, രഞ്ജിത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര കാര്യമായിട്ട് വർക്കായില്ല. പക്ഷേ ഗോളം എന്നുള്ള സിനിമ ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഫാമിലിയായിട്ട് രണ്ടാമത് കാണാൻ പോയത്. എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇത്രയും ഒരു വലിയൊരു ഓൺസംബിൾ സ്റ്റാർ കാസ്റ്റ് കിട്ടി. അന്ന് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ ആക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഞാനായിരുന്നു രഞ്ജിത്ത്, ഞാൻ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി നല്ലൊരു ആക്ടറെ വെച്ച് ചെയ്യുന്നതല്ലേ അപ്പ അമ്മ നല്ലതെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഐ ഫീൽ ഹീ സ്റ്റിൽ നോട്ട് റെഡി ടു ബിക്കം അല്ലെങ്കിൽ അത് എൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ. അതായത്
ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് മച്ചാനെ നിങ്ങളുടെ ആക്ടിങ്. ഞാൻ ഓപ്പണായിട്ട് പറയണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഫേസിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോഴേക്കും ആ ക്യാരക്ടറിൽ ഒട്ടും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ എക്സ്പ്രഷൻ കാണുന്നു, ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എക്സ്പ്രഷൻലെസ് എന്നൊക്കെ പറയാൻ തോന്നുന്ന വിധത്തിൽ അത്രയും മോശം പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഇത്തവണയും തോന്നിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ നിങ്ങളുടെ സിനിമകൾ കണ്ടതിൽ വെച്ച് ഇതാണ് എനിക്ക് ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമയിലാണ്. അപ്പോൾ എനിക്കത് സങ്കടം തോന്നി. കാരണം ഈ സിനിമയുടെ മെസ്സേജൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓവറോൾ എക്സിക്യൂഷൻ, കമ്മിങ് ടു ഡയറക്ഷൻ ഫസ്റ്റ് ഫിലിം ഓഫ് ദിസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി എന്നുള്ളൊരു ചെറിയ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടതാണ്. എനിക്കത് കുഴപ്പമില്ലാത്ത ഒരു ഓക്കേഷ് പടമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ഫീൽ ഗുഡ് സെറ്റപ്പായിരുന്നു, ലവ് സ്റ്റോറി പരിപാടിയായിരുന്നു. ആസിഫ് അലിയുടെ അനിയൻ അഷ്കർ, അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു അവരൊക്കെയാണ് അഭിനയിച്ചത്. എന്തായാലും ഞാൻ പെട്ടെന്ന് നടിയുടെ പേര് എനിക്ക് വായിൽ പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പുള്ളി ഡയറക്റ്റ് ചെയ്ത് കാണുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപൂർവ്വം ഗുണ്ടാജനായിരുന്നു. ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നല്ല ഫൺ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. എനിക്ക് ആ സിനിമ വർക്കായതാണ്. അപ്പോൾ അരുൺ വൈഗ എന്നുള്ള പേര് കണ്ടപ്പോഴേക്കും ഉപകാരപൂർവ്വം ഗുണ്ടാജൻ എടുത്ത ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് കൂടി വെച്ചിട്ടാണ് ഞാൻ പോയത്. രഞ്ജിത്ത് സജീവിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. പക്ഷേ ഗോളം ഫെയർലി ഡീസൻറ്റ് പെർഫോമൻസ് ആയതുകൊണ്ട്, ഞാൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫെയർലി ഡീസൻറ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് ഞാൻ അവർക്ക് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു മൈൻഡിലാണ് ചെയ്യുന്നത്. പക്ഷേ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമേത്തന്നെ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. എന്തായാലും എനിക്ക് ഈ സിനിമ തീരെ ബോധിച്ചില്ല. എനിക്ക് തീരെ വർക്കായില്ല. ഞാൻ ബോറടിച്ച് 2 മണിക്കൂറും 11 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ ഈ സിനിമ. പക്ഷേ എനിക്ക് തീർത്ത് ഈ സിനിമ ബോറടിച്ചു. ഫസ്റ്റ് ഹാഫൊക്കെ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ രീതിയിൽ എനിക്ക് അത്രയും ബോറടിച്ചു എനിക്ക്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ നിന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും വാക്കൗട്ട് ചെയ്യുന്നൊരു പരിപാടി എനിക്കില്ല. ഞാൻ എത്ര മോശമായിട്ട് സിനിമ തോന്നിയാലും ഞാനത് മുഴുവിപ്പിക്കും. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഏതൊരു സിനിമയോടും എനിക്കൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേക്കേഴ്സ്, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആരോടും ബഹുമാനം ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു സിനിമ പാതി വഴി ഇറങ്ങി പോകത്തില്ല. എനിക്ക് സാധിക്കില്ല അത് മനസ്സുകൊണ്ട്. രണ്ടാമത്, ഒരു സിനിമയെപ്പറ്റി അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് മുഴുവത്താടെ കണ്ടാലല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ കറക്റ്റായ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്നുള്ള കോൺസെപ്റ്റും എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇത് കണ്ടിരുന്നു. പക്ഷെ അത് ഗുണമായി എന്ന് ഞാൻ പറയും. കാരണം സെക്കൻഡ് ഹാഫിൽ ടുവേർഡ്സ് എൻ്റെ ആ ഒരു 10 മിനിറ്റ് ആയിരുന്നു കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ കുട്ടിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടിയുടെ പെർഫോമൻസ് ടുവേർഡ്സ് ലാസ്റ്റാണ് വരുന്നത്. മനോജ് കേശൻ്റെ ക്യാരക്ടർ ടുവേർഡ്സ് ലാസ്റ്റാണ് വരുന്നത്. അവർ രണ്ടുപേരുമാണ് എനിക്ക് ആകെ ഇതിനകത്ത് വർക്കായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ സെഡ് ഇറ്റ്. ഇത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഈ സിനിമയെ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഇതാരും പോയി കാണരുതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അതൊരു മോശം സിനിമയാവുന്നില്ല. എനിക്ക് ഇത് വർക്കായില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് വർക്കാവില്ല എന്നുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അനുസരിച്ചിട്ട് എനിക്ക് ഈ സിനിമ ഒരു രീതിയിലും വർക്കായില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ കാണാൻ പോയത് അബദ്ധമായി പോയി എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഇതിന് പകരം ഞാൻ വേറൊരു സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം ഇന്ന് ഒരുപാട് വേറെ സിനിമകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി, ഇത് OTT വല്ലതും കണ്ടാൽ മതിയായിരുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എൻ്റെ തീരുമാനം നിങ്ങൾ എടുക്കേണ്ട, അല്ലെങ്കിൽ എനിക്കെന്ത് തോന്നി എന്നുള്ളത് നിങ്ങളെ ഒരിക്കലും എഫക്റ്റ് ചെയ്യരുത്. നിങ്ങൾ സിനിമ പോയി തിയേറ്ററിൽ കാണുക, അഭിപ്രായം എടുത്താൽ മതി. കാരണം എനിക്ക് പല സിനിമകൾ വർക്കാവാതെ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത് തികച്ചും എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്ന ഒരു സംഭവം മാത്രമായതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളൂ. ഞാൻ പ്രത്യേകം എടുത്ത് പറയണത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പോകണ്ടെന്നുള്ള ഒരു ഡിസിഷനൊന്നും ഒരിക്കലും ജന്മത്തെ എടുക്കാൻ നിൽക്കരുത്. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. എന്തായാലും എനിക്ക് പടം തീരെ വർക്കായില്ല. അത് ഞാനിവിടെ സത്യസന്ധമായിട്ട് തുറന്നു പറയുന്നു. ഐ ഡിഡ് ലൈക്ക് ദിസ് മൂവി. പിന്നെ ഞാൻ കുറച്ച് പോയിൻ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേശൻ, നമ്മുടെ പ്രേമത്തിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത മച്ചാനാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശബരീഷ് വർമ്മയാണ്. ലാസ്റ്റ് ഒരു ഇമോഷണൽ ഒരു സംഭവം വരും. ആ ടൈമിലുള്ള മ്യൂസിക്കും ലിറിക്സും ഒഴികെ ഇത്രയും മോശമായിട്ട് മ്യൂസിക്കും ലിറിക്സും ഇവർ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈവൻ ഗോൾഡ് എന്നുള്ള സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകളെങ്കിലും ചിലതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാമായിരുന്നു.
ഇതിനകത്ത് ശബരീഷിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജേഷാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. പ്രേമത്തിന് മ്യൂസിക് ചെയ്തേക്കണം വെച്ചാൽ പുള്ളി തന്നെയാണ് ഗോൾഡിൻ്റെ ചെയ്തേക്കണേ, നേരത്തിൻ്റെയൊക്കെ. അത് ഈ സിനിമയിൽ പുള്ളിയെ ചെയ്തതെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഇതിനകത്ത് നായകൻ്റെ ഒരു മാസ് കാണിക്കൽ സീനുണ്ട്. ഞാനൊരു ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നായകൻ ബൈക്കിൽ ഹെൽമെറ്റൊക്കെ വെച്ച് വരുന്നു. ഇൻട്രൊഡക്ഷൻ സീനാണല്ലോ നായകൻ്റെ. ബിയർ ബോട്ടിൽ എടുക്കുന്നു, ചിൽഡ് ബിയർ ബോട്ടിൽ നടു റോട്ടിൽ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് കുടിച്ചിട്ട് ആ ബോട്ടിലെടുത്ത് പോലീസിൻ്റെ ഫ്രണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോലീസിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒരു മീമാണ് ഓർമ്മ വന്നത്, വെൻ വൺ ഫേസ് പാം ഇസ് നോട്ട് ഇനഫ് എന്നുള്ളത്. എനിക്കങ്ങനെയാണ് ഫീൽ ആയത്. അത്രയും ദുരന്തമായിട്ടാണ് എനിക്കത് ഫീൽ ആയത്. അതുപോലെ വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിൽ പാടിയുണ്ട്. ആ പാട്ടുണ്ടല്ല, എൻ്റെ പൊന്നെ, എനിക്ക് തീരെ ഉറക്കമായില്ല. പിന്നെ അതുപോലെ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ആക്ട്രസ്സുകളുണ്ട്, എല്ലാവർക്കും ചെറിയ ചെറിയ റോളുകൾ. അതിൽ ലീഡ് ആക്ട്രസിനെ കാണാൻ കസ്തൂരിയില്ലേ, പഴയ നടി കസ്തൂരി, നമ്മുടെ ഇന്ത്യനിലൊക്കെ താത്തയുടെ മോളായിട്ട് അഭിനയിച്ച കസ്തൂരിയുടെ ഒരു ലുക്ക് ലൈക്ക് ഫീലാണ് എനിക്ക് കിട്ടിയത്. ആൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഇതിനകത്ത് മോശമായിട്ട് എനിക്ക് തോന്നിയത് രഞ്ജിത്ത് സജീവ് മാത്രമാണ്. ബാക്കി എല്ലാവരും കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കൂട്ടുകാരനായിട്ടൊരു മച്ചാനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മച്ചാനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എൻ്റർടൈൻമെൻറ്റ് ഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലില്ല, അതിനകത്തുള്ളൊരു മച്ചാനില്ല, നമ്മുടെ ഇങ്ങനെ ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ടുള്ള, അവനെ എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. എന്തായാലും ഞാൻ ആദ്യം അവനാണെന്ന് വിചാരിച്ചത്, അവനല്ല വേറൊരാളാണ്. എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. എനിക്ക് ഇഷ്ടമായില്ലടേ, ഞാൻ തുറന്നു പറഞ്ഞത്. വേറെ ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ താഴ്ത്തി കെട്ടി കാണിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ ചാനലിലില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഇടുക. എനിക്ക് ഈ പടം ഒട്ടും വർക്കായില്ല. ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ വേറൊരു പടത്തിന് എന്തായാലും ഞാൻ പോകണ്ട്. എനിക്കറിയാം ഈ മൈൻഡ് വെച്ചിട്ട് എനിക്ക് ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. അതേപോലെ തന്നെ ഗോളത്തിന് ഒരു 2ാം ഭാഗം ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. രഞ്ജിത്ത് സജീവ് തന്നെ അതിനകത്ത് അഭിനയിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ആ സിനിമയുടെ 2ാം ഭാഗം കാണാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് നിങ്ങൾ കൊണ്ടുവരിക. അത് നല്ലൊരു സിനിമയും മാറട്ടെ എന്നും കൂടി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതേ നടൻ്റെ തന്നെ നല്ലൊരു പെർഫോമൻസ് എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കാര്യം ഞാനിവിടെ വന്ന് നല്ല ഓണസ്റ്റായിട്ട് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. യു ഹാവ് ടു ഇംപ്രൂവ് എ ലോട്ട് ബ്രോ. കാരണം ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ സിനിമയിൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, മൈക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ കൊല്ലമായില്ലേ. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്, യു ഹാവ് നോട്ട് ഹാഡ് എനി സോർട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ബട്ട് യുവർ ഡാൻസ് ഇസ് അമേസിങ്. എനിക്ക് നിങ്ങളുടെ ഡാൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിംഗ് ഉണ്ട്, മൂവ്സിനൊക്കെ അടിപൊളിയായിട്ട് നല്ല മെയ്വഴക്കൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ആക്ടിങ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. എന്തായാലും നമ്മൾ ഓൾറെഡി വേറെ സിനിമകൾ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായം ഞാനായിട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ശരി, ടാറ്റ.